ആസൂത്രണ ബോർഡിലെ PSC നിയമന തട്ടിപ്പിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് മന്ത്രി OJ ജനീഷ്. ആഭ്യന്തര അന്വേഷണത്തിന് പരീക്ഷാ കൺട്രോളറെ ചുമതലപ്പെടുത്തിയത് കള്ളനെ താക്കോൽ ഏൽപ്പിക്കുന്നതിന് തുല്യമാണ്. ഇത് അന്വേഷണം അട്ടിമറിക്കാനാണ്. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും DGP തല അന്വേഷണമാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടതായും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. PSC ആരും സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അതല്ല എങ്കിൽ ഈ അന്വേഷണം ഇത്രയും വിഷയങ്ങളെല്ലാം ഉയർന്നു വന്ന് ആലപ്പുഴ മുഹമ്മദ് സ്വദേശി നിരന്തരമായി നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ ഒടുവിലാണ് പരീക്ഷാ കൺട്രോളർ PSCയെ സംബന്ധിച്ച് പരീക്ഷയുടെ ഈ വിവരങ്ങൾ പുറത്തുവിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വിവരാവകാശ കമ്മീഷൻ്റെ ഇടപെടലൊക്കെ ഉണ്ടാകുമെന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു സമീപനം എടുക്കാൻ PSC പോലും തയ്യാറായത്. അപ്പോൾ തുടക്കം മുതൽ ആരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനം PSCയുടെ ഭാഗത്തുനിന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുഫോസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകളിലും പറയുന്നത് 44 പേർക്ക് നിയമനം കൊടുത്തതിൽ 38 പേരും ഒരു കോളേജിലെ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും സമാനമായ രീതിയിൽ തന്നെ പരീക്ഷാ പേപ്പർ അട്ടിമറിക്കപ്പെട്ടു, ചോദ്യപേപ്പർ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള കാര്യം വ്യക്തമാക്കപ്പെടുകയാണ്. ഇതെല്ലാം ഇങ്ങനെ കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിനിടയിൽ നിരന്തരമായി ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അത് ശിവരഞ്ജിത്തും നസീമും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ അന്ന് പരീക്ഷയിൽ വലിയ മാർക്കോട് കൂടി പാസ്സായി വന്ന ഘട്ടം മുതലേ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ തരത്തിൽ നടക്കുന്നുണ്ട്. അന്ന് മുതലുള്ള റാങ്ക് ലിസ്റ്റുകളിലും സമാനമായ രീതിയിലുള്ള അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് PSC പരീക്ഷകൾ എഴുതുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ ആശങ്കപ്പെട്ടാൽ അവരെ കുറ്റം പറയാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ ഇന്ന് വീണ്ടും ആഭ്യന്തര വിജിലൻസിൻ്റെ അന്വേഷണം അട്ടിമറിച്ച് ആ അന്വേഷണം പോലും പര്യാപ്തമല്ല എന്ന് പറയുമ്പോൾ ആ അന്വേഷണത്തിന് പോലും തയ്യാറാകാതെ മറ്റൊരു അന്വേഷണത്തിലേക്ക് PSC ചെയർമാനും ഉൾപ്പെടെയുള്ള സംവിധാനം കടന്നു പോകുമ്പോൾ ഇവർ ആരെയാണ് സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഈ സംസ്ഥാനത്തിനകത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ CPM നിയോഗിച്ച ആളുകളാണ് PSCയുടെ ചെയർമാനും PSCയുടെ മെമ്പർമാരുമായിട്ടിരിക്കുന്ന ആളുകളിൽ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ. എത്ര ലക്ഷം രൂപയാണ് ഇവർക്ക് പൊതുഖജനാവിൽ നിന്ന് ശമ്പളവും ആനുകൂല്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇത്രയധികം പണം പൊതുഖജനാവിൽ നിന്ന് കൈപ്പറ്റി ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരുന്ന് ഇമാതിരി തെമ്മാടിത്തരം വീണ്ടും വീണ്ടും ഈ PSCയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ കേരളീയ പൊതുസമൂഹത്തിന് അതിനെ എങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടി സാധിക്കും? കേരളത്തിലെ PSCയുടെ ഉദ്യോഗാർത്ഥികളോട് സംസ്ഥാന ഗവൺമെൻറ് വളരെ വളരെ കർശനമായി തന്നെ പറയുന്നു, അവരുടെ കൂടെ തന്നെയാണ് ഈ ഗവൺമെൻറ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.